ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിവർഗമാണ് തിമിംഗലങ്ങൾ എന്ന് നമുക്കറിയാം. ഇത്രയും ഭീമൻ ജീവികളായതിനാൽ തന്നെ തിമിംഗലങ്ങളെ വേട്ടയാടി ഭക്ഷണമാക്കുന്ന മറ്റു ജീവികളൊന്നും ഭൂമിയിലില്ല എന്നായിരിക്കും നമ്മുടെ പൊതുവെയുള്ള ധാരണ. എന്നാൽ ആ ധാരണ പൂർണ്ണമായും തെറ്റാണ് എന്നുള്ളതാണ് സത്യം. കാരണം തിമിംഗലങ്ങളിലെ ഏറ്റവും വലിയ വിഭാഗക്കാരായ നീലത്തിമിംഗലങ്ങളെ വരെ വേട്ടയാടി ഭക്ഷണമാക്കുന്ന രാക്ഷസ ജീവികളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. തിമിംഗലങ്ങളുടെ കാലന്മാരെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് തിമിംഗലങ്ങളെക്കുറിച്ച് നമ്മൾ ചിലത് അറിഞ്ഞിരിക്കണം. സീറ്റേസി വർഗത്തിൽപ്പെട്ട സസ്തനിയായ ഒരു കടൽ ജീവിയാണ് തിമിംഗലം. സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ തിമിംഗലങ്ങൾ മത്സ്യങ്ങൾ അല്ല എന്നുള്ളതാണ് സത്യം. മറിച്ച് ഇവകൾ ഹിപ്പോപ്പൊട്ടാമസുമായി അടുത്ത ബന്ധമുള്ള സസ്തനികളാണ്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, അവയ്ക്ക് മുലയൂട്ടുക, ശ്വാസകോശം വഴി ശ്വസിക്കുക എന്നിങ്ങനെ സസ്തനികളുടെ മിക്ക പ്രത്യേകതകളും തിമിംഗലങ്ങൾക്കുമുണ്ട്. ബലീൻ തിമിംഗല വർഗത്തിൽപ്പെട്ട നീലത്തിമിംഗലമാണ് ഭൂമിയിൽ ഇതുവരെ ജീവിച്ചിരുന്നതും നിലവിൽ ജീവിച്ചിരിക്കുന്നതുമായ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും വലിയ ജീവി. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ നീലത്തിമിംഗലം 30 മീറ്റർ നീളം വരെയും 150 ടൺ ഭാരം വരെയും വളരാറുണ്ട്. അതായത് ഏകദേശം 25 ആനകളുടെയോ 25,000 മനുഷ്യരുടെയോ ഭാരം. എന്തിനേറെ പറയണം, ഒരു നീലത്തിമിംഗലത്തിൻ്റെ നാവിന് ഒരു ആനയുടെ അത്ര ഭാരമുണ്ടാകും. അതായത് ഏകദേശം 2.7 ടൺ ഭാരം. കൂടാതെ ഇവകളുടെ ഹൃദയത്തിന് 150 കിലോഗ്രാമോളം ഭാരവും ഉണ്ടാകും. ഈ നീലത്തിമിംഗലങ്ങളുടെ ഹൃദയമിടിപ്പ് 2 മൈലുകൾ അകലെ നിന്ന് വരെ നമുക്ക് കേൾക്കാൻ സാധിക്കുമത്രേ. ഈ ഹൃദയമാണ് ഇവയുടെ ഇത്രയും ഭീമാകാരമായ ശരീരത്തിലേക്ക് മുഴുവനും ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ഇതാണ് ഒരു നീലത്തിമിംഗലത്തിൻ്റെ ശബ്ദമെന്ന് പറയുന്നത്. വലിപ്പത്തിൽ ഇവകൾ ഭീമന്മാരാണെങ്കിലും കടലിലെ ചെറുജീവികളാണ് തിമിംഗലങ്ങളുടെ ഭക്ഷണം. ചില തിമിംഗല വർഗ്ഗങ്ങൾ പ്ലാങ്ക്ടൺ എന്ന സൂക്ഷ്മജീവികളെയാണ് ഭക്ഷണമാക്കാറുള്ളത്. ചില തിമിംഗലങ്ങൾ ക്രിൽ എന്ന ചെറുജീവികളെ ആഹാരമാക്കുമ്പോൾ മറ്റു ചില വിഭാഗക്കാർ മറ്റു മത്സ്യങ്ങളെയും ആഹാരമാക്കാറുണ്ട്. പൂർണ്ണമായും തുറന്ന വായിൽ 90 ടൺ ഭക്ഷണവും വെള്ളവും ഇവർക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും. എന്നിരുന്നാലും ഒരു വോളിബോൾ പന്തിനേക്കാളും വലിയ ഇരയെ ഒന്നും വിഴുങ്ങാൻ നീലത്തിമിംഗലങ്ങളുടെ തൊണ്ടയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. എങ്കിലും സ്പേം വെയിൽസ് പോലെയുള്ള തിമിംഗലങ്ങൾക്ക് കൂടുതൽ വലിപ്പമുള്ള ഇരകളെയും അകത്താക്കാൻ കഴിയും. ബലീൻ തിമിംഗലം എന്ന തിമിംഗല വർഗത്തിന് അവയുടെ വായുടെ ചുറ്റും അരിപ്പ പോലെയുള്ള ഒരു അവയവമുണ്ട്. ജലത്തിൽ നിന്നും അവയുടെ ഭക്ഷണമായ ചെറിയ ജലജീവികളെ അരിച്ച് ഭക്ഷിക്കാൻ ഇതാണ് അവയെ സഹായിക്കാറുള്ളത്. സത്യത്തിൽ തിമിംഗല വേട്ട ആരംഭിക്കുന്നതിന് മുൻപ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ഏതാണ്ട് എല്ലാ മഹാസമുദ്രങ്ങളിലും നീലത്തിമിംഗലങ്ങൾ ധാരാളമുണ്ടായിരുന്നു. അന്റാർട്ടിക് പ്രദേശത്തിലായിരുന്നു ഏറ്റവും കൂടുതലായി തിമിംഗലങ്ങളെ കണ്ടുവന്നിരുന്നത്. പിന്നീടുണ്ടായ 40 കൊല്ലങ്ങളിൽ തിമിംഗല വേട്ടക്കാർ ഇവയെ വൻതോതിൽ വേട്ടയാടുകയും വംശനാശത്തിൻ്റെ വക്കിൽ എത്തിക്കുകയും ചെയ്തു. വലുപ്പത്തിലും ഭാരത്തിലുമൊക്കെ തിമിംഗലങ്ങൾ വലുതാണെങ്കിലും ഇവയെ വേട്ടയാടി ഭക്ഷണമാക്കുന്ന മറ്റു കടൽ ജീവികളൊന്നുമില്ലെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത്തരത്തിൽ തിമിംഗലങ്ങളെ വേട്ടയാടി ഭക്ഷണമാക്കുന്ന ഒരു കടൽ ജീവിയാണ് കൊലയാളി തിമിംഗലങ്ങൾ എന്ന ഓർക്കകൾ. ഓർണിക്കാസ് ഓർക്ക എന്നാണ് ഇവയുടെ യഥാർത്ഥ പേര്. റോമൻ മിത്തോളജിയിലുള്ള മരണത്തിൻ്റെ ദേവന്റെ പേരാണ് ഓർക്കസ്. ഈ ഓർക്കസിൻ്റെ മൃഗം എന്ന രീതിയിലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. പേരിൽ തിമിംഗലമുണ്ടെങ്കിലും ഇവകൾ യഥാർത്ഥത്തിൽ ഡോൾഫിൻ കുടുംബത്തിൽപ്പെട്ട ജീവികളാണ്. എല്ലാ സമുദ്രങ്ങളിലും ഇവയെ കണ്ടുവരുന്നുമുണ്ട്. മാംസഭോജികളായ ഇവ മീൻ, സീലയൺസ്, ആമകൾ, പക്ഷികൾ എന്തിന് തിമിംഗലങ്ങളെ വരെ ഭക്ഷണമാക്കാറുണ്ട്. പണ്ട് കടൽ യാത്ര ചെയ്തിരുന്നവർ ഈ ഓർക്കകൾ തിമിംഗലങ്ങളെ വേട്ടയാടുന്നത് കണ്ടിരുന്നു അത്രേ. അങ്ങനെ അവർ ഓർക്കകളെ വെയിൽ കില്ലേഴ്സ് എന്ന് വിളിക്കുകയും കാലക്രമേണ അത് തലതിരിഞ്ഞ് കില്ലർ വെയിൽസ് എന്നാവുകയുമായിരുന്നു. ഈ ഓർക്കകൾ കൂട്ടമായാണ് ജീവിക്കാറുള്ളതും ഇരകളെ വേട്ടയാടി ഭക്ഷണമാക്കാറുള്ളതും. കറുപ്പും വെളുപ്പും ഇടകലർന്ന വളരെ മനോഹരമായിട്ടുള്ള ജീവികളാണ് ഓർക്കകൾ. ഡോൾഫിൻ കുടുംബത്തിലായതിനാൽ തന്നെ വളരെ ബുദ്ധിശാലികളും തന്ത്രശാലികളുമായ ജീവികളാണ് ഇവ. അതായത് ഇവ ഓരോ തവണ വേട്ടയാടുന്നതും വളരെ കൃത്യമായ പ്ലാനിങ്ങോടെയും സ്ട്രാറ്റജിയോടെയും കൂടിയാണ്. കൂടാതെ ഇവ വേട്ടയാടുന്ന ഇര ഏതാണെന്നും
അവയുടെ വലിപ്പമൊക്കെ കണക്കിലെടുത്ത് വ്യത്യസ്തമായ പ്ലാനുകളിലാണ് ഇവ ഇരയെ കൂട്ടമായി ആക്രമിക്കാറുള്ളത്. അതിനു പുറമെ ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിച്ച് അത് തിരിച്ചു വരുന്ന സമയവും സ്ഥലവും മനസ്സിലാക്കി ഇര എവിടെയാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവും ഓർക്കകൾക്കുണ്ട്. ഉദാഹരണത്തിന് ഓർക്കകൾ ചെറിയ മത്സ്യങ്ങളെയാണ് വേട്ടയാടുന്നതെങ്കിൽ ആദ്യം മീനുകളുടെ വലിയ കൂട്ടത്തിന് ചുറ്റും വലം വയ്ക്കും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മീനുകളുടെ കൂട്ടത്തിന് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങൾ ഒന്നുമുണ്ടാകില്ല. അതിനാൽ തന്നെ അവ വലിയ ബോൾ രൂപത്തിലോട്ട് ട്രാൻസ്ഫോം ആകും. സത്യത്തിൽ ഇത് മീനുകളുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മീനുകൾക്ക് കൂടുതൽ ആഴത്തിലോട്ട് പോകാനും സാധിക്കില്ല. ഈ സമയത്ത് ഓർക്കകൾ ഈ മീനുകളുടെ കൂട്ടത്തിന് നേരെ കുമിളകൾ വിടുകയോ അല്ലെങ്കിൽ തങ്ങളുടെ വാലുകൾ കൊണ്ട് ശക്തമായി അടിക്കുകയോ ചെയ്യും. ഈ സമയത്ത് കൂട്ടത്തിൽ നിന്നും ചിതറിപ്പോകുന്ന മീനുകളെ ഓർക്കകൾ വളരെ പെട്ടെന്ന് അകത്താക്കുകയും ചെയ്യും. കെറോസൽ ഫിഷിംഗ് എന്നാണ് ഈ മെത്തേഡ് അറിയപ്പെടുന്നത്. എന്നാൽ ചില മീനുകൾ വളരെ വേഗതയിൽ നീന്തുന്നവയായിരിക്കും. ആ മീനുകളെ തളരുന്നത് വരെ അവയുടെ പിറകെ വിടാതെ പിന്തുടരുകയും ഇര തളർന്നു എന്ന് കണ്ടാൽ സിമ്പിളായി അകത്താക്കുകയും ചെയ്യും. കാരണം വേഗത്തിൽ പോകുന്ന ജീവികൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തളരും എന്ന കാര്യം ഓർക്കകൾക്ക് നന്നായി അറിയാം. ഇനി ഇവകൾ തിമിംഗലങ്ങളെ വേട്ടയാടുന്നതിനും പ്രത്യേക രീതിയൊക്കെയുണ്ട്. അതായത് ഓർക്കകൾ വലിയ തിമിംഗലങ്ങളെ അധികമായി വേട്ടയാടാറില്ല. പകരം അധികം വലിപ്പമില്ലാത്ത യങ് ആയിട്ടുള്ള തിമിംഗലങ്ങൾ, പെൺതിമിംഗലങ്ങൾ, രോഗം ബാധിച്ച തിമിംഗലങ്ങൾ, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന തിമിംഗലങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഓർക്കകൾ കൂട്ടമായി ആക്രമിക്കാറുള്ളത്. കൂടാതെ ഈ കൂട്ടത്തിലെ ഓരോ ഓർക്കകൾക്കും പ്രത്യേക ജോലിയും ഉണ്ടാകും. അതായത് ചില ഓർക്കകൾ തിമിംഗലത്തെ ചേസ് ചെയ്യുകയായിരിക്കും, ചിലത് തിമിംഗലത്തെ ആക്രമിക്കുകയും മറ്റു ചിലത് തിമിംഗലത്തിൻ്റെ വഴി തടസ്സപ്പെടുത്തി ശ്വാസമെടുക്കാൻ കഴിയാത്ത രീതിയിൽ വെള്ളത്തിനുള്ളിൽ തന്നെ ട്രാപ്പാക്കുകയും ചെയ്യും. തിമിംഗലങ്ങൾക്ക് ഒരുപാട് സമയം വെള്ളത്തിനടിയിൽ നിൽക്കാൻ സാധിക്കില്ലെന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ തിമിംഗലങ്ങൾക്ക് പുറത്തേക്ക് വന്ന് അവയുടെ ബ്ലോഹോളിലൂടെ ശ്വാസം എടുക്കുകയും ചെയ്യണം. ഈ കാര്യം ഓർക്കകൾക്ക് നന്നായി അറിയാം. അതിനാൽ തന്നെ ഓർക്കകൾ തിമിംഗലങ്ങളുടെ ബ്ലോഹോൾ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ശ്വസിക്കാൻ വിടാതെ മുകളിൽ നിന്നും തടഞ്ഞു നിർത്തുകയോ ചെയ്യും. ഒടുവിൽ ശ്വാസമെടുക്കാൻ കഴിയാതെ തളരുന്ന തിമിംഗലങ്ങളെ ഇവ വളരെ സിമ്പിളായി ആക്രമിച്ച് ഭക്ഷണമാക്കുകയും ചെയ്യും. ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന് കരുതി ഓർക്കകൾ തിമിംഗലത്തെ മുഴുവനായും ഭക്ഷണമാക്കുമെന്ന് നമ്മൾ കരുതരുത്. പകരം ചില സമയങ്ങളിൽ ഓർക്കകൾ അത്രയും വലിയ തിമിംഗലത്തിൻ്റെ നാവ് മാത്രമാണ് ഭക്ഷണമാക്കാറുള്ളത്. ബാക്കി ശരീരഭാഗമൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യും. ചില സമയങ്ങളിൽ സ്രാവുകളെ വേട്ടയാടുന്ന ഓർക്കകൾ സ്രാവിൻ്റെ ലിവർ മാത്രമാണ് ഭക്ഷണമാക്കാറുള്ളത്. കാരണം സ്രാവിൻ്റെ ലിവറിലാണ് ഏറ്റവും കൂടുതൽ എനർജിയും വൈറ്റമിൻസും ഉള്ളതെന്ന് അവർക്കറിയാം. ഇനി നീലത്തിമിംഗലങ്ങളെ വേട്ടയാടുന്ന കില്ലർ വെയിൽസുകൾ നീലത്തിമിംഗലത്തിൻ്റെ തലയിലേക്ക് വളരെ ശക്തമായി വന്നിടിക്കുകയും കൂടാതെ വാലിലും ശരീരത്തിലുമൊക്കെ കടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്യും. ഇനി കഴിയുമെങ്കിൽ മുൻപേ പറഞ്ഞതുപോലെ നീലത്തിമിംഗലത്തെ കടിച്ച് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോയി ശ്വാസം മുട്ടിപ്പിച്ച് കൊല്ലാനും ഇവകൾ ശ്രമിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ഓർക്കകളിൽ നിന്നും രക്ഷപ്പെടാനായി മഞ്ഞുകട്ടകളിലും മറ്റും കയറിയിരിക്കുന്ന പെൻഗ്വിൻസ്, സീ ലയൺസ്, ആമകൾ തുടങ്ങിയ ജീവികളെ ബുദ്ധിപൂർവം ഓർക്കകൾ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊന്ന് ഭക്ഷിക്കാറുണ്ട്. അതിനായി ഓർക്കകൾ ഇരകൾ ഇരിക്കുന്ന മഞ്ഞുകട്ടയുടെ നേരെ നീന്തുകയും മഞ്ഞുകട്ടയുടെ അടുത്തെത്താനാകുമ്പോൾ ഇവ കൂട്ടമായി വാലിട്ടടിച്ച് ഒരു തിര സൃഷ്ടിച്ച് ഇരയെ വെള്ളത്തിലേക്ക് തെന്നി വീഴ്ത്തി ഭക്ഷണമാക്കുകയുമാണ് ചെയ്യാറുള്ളത്. എന്തിനേറെ പറയണം, ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകളെ വരെ ഓർക്കകൾ വേട്ടയാടി ഭക്ഷണമാക്കാറുണ്ടത്രേ. സത്യത്തിൽ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകളെ വേട്ടയാടി ഭക്ഷണമാക്കുന്ന ഏക സമുദ്രജീവി ഓർക്കകളാണ്. കില്ലർ വെയിൽസ് അഥവാ ഓർക്കകളുടെ സാന്നിധ്യം മനസ്സിലായി കഴിഞ്ഞാൽ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകൾ സ്ഥലം കാലിയാക്കാറാണ് പതിവ്. അതിനുള്ള പ്രധാന കാരണം ഓർക്കകൾ എപ്പോഴും കൂട്ടത്തോടെയാണ് സഞ്ചരിക്കാറുള്ളത് എന്നാണ്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർക്കകൾ കടലിലെ സൈക്കോകളാണോ എന്ന് തോന്നിയിട്ടുണ്ടാകും. ഒരു തരത്തിൽ അത് സത്യമാണ്. കാരണം ചില സമയങ്ങളിൽ കില്ലർ വെയിൽസുകൾ പിടിക്കുന്ന ഇരകളെ ചുമ്മാ ഒരു ആവശ്യവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ട്. എന്തിനേറെ പറയണം, ഒരിക്കൽ 2 ഓർക്കകൾ അവയുടെ സ്വന്തം കുഞ്ഞിനെ തന്നെ എറിഞ്ഞു കളിച്ചു കൊല്ലുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓർക്കകൾ മെയിൽ സ്പെം വെയിൽസിനെ അധികമായി ആക്രമിക്കാറില്ല. ഒരുപക്ഷെ മെയിൽ സ്പെം വെയിൽസിൻ്റെ ശക്തമായ വാലുകൾ കാരണമായിരിക്കണം ഓർക്കകൾ ഇവയെ ആക്രമിക്കാത്തത്. കാരണം മറ്റു തിമിംഗലങ്ങളെ അപേക്ഷിച്ച് മെയിൽ സ്പെം വെയിൽസിൻ്റെ വാലുകൊണ്ടൊന്ന് കിട്ടിയാൽ അത് ഓർക്കകൾക്ക് വളരെ മാരകമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാക്കും. കേൾക്കുമ്പോൾ ഇത്രയും ഭീകരമായ ജീവികളാണെങ്കിലും ഇവ മനുഷ്യരെ ആക്രമിക്കാറില്ല. കൂടാതെ ചില സമയങ്ങളിൽ ഓർക്കകൾ മനുഷ്യരെ സഹായിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പുറമെ മറ്റു കടൽ ജീവികളെയും ഷാർക്കുകളിൽ നിന്നും മറ്റും രക്ഷപ്പെടുത്താറുണ്ടത്രേ. സാധാരണഗതിയിൽ മനുഷ്യർ നീന്തുന്ന സ്ഥലങ്ങളിലേക്ക് ഓർക്കകൾ എത്തിപ്പെടാറില്ല എന്നതാണ് സത്യം. ഇനി എത്തിപ്പെട്ടാൽ തന്നെയും
അവ മനുഷ്യരെ ആക്രമിച്ചതായി എവിടെയും റിപ്പോർട്ടും ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ബന്ധനത്തിലുള്ള ചില ഓർക്കകൾ 4 പേരെ കൊന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പ്രാക്ടീസിനിടെ സംഭവിച്ചതാണ് എന്നാണ് ട്രെയിനേഴ്സും മറ്റും പറഞ്ഞിരുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കടൽ ജീവികളുടെ ഒരു പേടി സ്വപ്നവും തിമിംഗലങ്ങളുടെ ആജന്മ ശത്രുക്കളുമാണ് ഓർക്കകൾ എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തു തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.